ഹലോ സുഹൃത്തുക്കളെ, എന്താ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ അപ്പോൾ സന്തോഷമാണെന്നൊന്നും പറയാൻ പറ്റൂല കേട്ടോ. കാരണം ഈ അവസ്ഥയിൽ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ വിസയുടെ ഒരു പ്രശ്നം, അതും ആലോചന പറയുന്നതാണ്. എന്നാലും പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഇപ്പോൾ ശരിയായി ഇത്രയും ദിവസങ്ങളിൽ ശരിയായിട്ടൊന്നുമില്ല. ആദ്യം എനിക്കൊരു ഇതുണ്ടായിരുന്നു കേട്ടോ. അത് വിസ ശരിയായാലും ആയില്ലെങ്കിലും കുഴപ്പമില്ല, ഇപ്പോൾ ആ ഡേറ്റ് വരെ നിൽക്കാം, എന്നിട്ട് നാട്ടിലേക്ക് എങ്ങനെയാലും പോയാലും കുഴപ്പമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷത്തിന് വരും കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. ഏപ്രിലിൽ എൻ്റെ പ്രശ്നങ്ങളൊക്കെ തീരുമായിരുന്നു. അപ്പോൾ എങ്ങനെയും ഇപ്പോൾ തീർന്നാലും കുഴപ്പമില്ല, നമുക്ക് ഏപ്രിൽ വരെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാമെന്നുള്ള ചിന്തയുണ്ടായിരുന്നു. അപ്പോൾ അത് പറ്റൂല. പിന്നെ ഒരു 3 വർഷത്തിൽ കൂടുതൽ ഇനിയും നിൽക്കണം. അങ്ങനത്തെ ഒരു ചെറിയൊരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ആദ്യം ഇങ്ങനെ വിചാരിച്ചിരുന്നട്ടാ, എങ്ങനെയും നാട്ടിലെത്തിയാൽ മതി. കാരണം കുറച്ച് മാസം കൂടിയല്ലേ ഉള്ളൂ, ഒരു ബാധ്യത ഉള്ളൂ. അത് എങ്ങനെയും തീർക്കാമെന്നുള്ളൊരു ഐഡിയ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നാട്ടിലെങ്ങനെയും സെറ്റിലാവാം, എന്തെങ്കിലും ചെയ്തിട്ട് സെറ്റിലാവാം എന്നുള്ള രീതിയിലൊക്കെ വിചാരിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. പക്ഷെ പിന്നെ പറ്റൂല. എന്തായാലും ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയും വിസ അടിക്കട്ടെ കാരണം വെച്ചാൽ ഇനിയൊരിക്കലും ഇപ്പോൾ പറ്റില്ല, എനിക്ക് പോയി ഇപ്പോൾ നാട്ടിൽ നിൽക്കാൻ പറ്റില്ല. കാരണം ഒരു മൂന്ന് വർഷത്തിൽ മേലെ വരും ഒരു പ്രശ്നം കൂടിയുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് സോൾവ് ആക്കാണ്ട് എനിക്ക് എന്തായാലും ഇതാകാൻ പറ്റില്ല. അതിപ്പോൾ അങ്ങനെ വിസ അടിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയിലാണ് ഇപ്പോൾ. വിസ അടിച്ചിട്ടേ മതി. വിസ അടിച്ചിട്ടില്ല, ഇപ്പം ഇനി വേറെ ഏതെങ്കിലും സ്ഥലത്ത് എവിടെയെങ്കിലും കയറാം. ആദ്യമൊക്കെ അങ്ങനെ ഉണ്ടായില്ല ചേട്ടാ. വിസ അടിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, നാട്ടിലേക്കുള്ള എല്ലാം പോകാമെന്നായിരുന്നു. എന്നതായാലും വിസ അടിച്ച് കിട്ടിയില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ജോലി അന്വേഷിക്കും. കാരണം വെച്ചാൽ അങ്ങനെയാണ്. പിന്നെ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മളെ ഒരു സ്റ്റോറിയുടെ കാര്യം പറഞ്ഞില്ല. അപ്പം എല്ലാവരും വളരെ സപ്പോർട്ടായി ലൈഫ് സ്റ്റോറിയെ കുറിച്ചുള്ള എല്ലാവർക്കും നല്ല സപ്പോർട്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. സപ്പോർട്ടും ഉണ്ട്, അല്ലാത്തതും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കമൻസ് എന്ന് പറയുന്നത് അഭിപ്രായം രേഖപ്പെടുത്തേണ്ട സ്ഥലമുണ്ട്. എല്ലാവരും അഭിപ്രായം പോലെ നമുക്ക് ജീവിക്കാൻ പറ്റുമെന്നില്ലല്ലോ. നമ്മുടെ കുറച്ച് ഇഷ്ടമുണ്ട്. കൂടുതൽ അഭിപ്രായങ്ങൾ ഇപ്പോൾ ലൈഫ് സ്റ്റോറി മുന്നോട്ട് പോവുക, കാത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്തിറക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചെറുപ്പകാലങ്ങളും അല്ലേ, നമ്മളുടേതായ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകുന്നു. അതിൽ ആരും നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ കൂടെ ജീവിച്ച ആൾക്കാരെ കുറിച്ചും നമ്മളെ മനസ്സിലുണ്ടായ നമ്മൾക്ക് അനുഭവിച്ച നമ്മളുടെ അനുഭവ കാര്യങ്ങളും ഇത് കേൾക്കുമ്പോൾ ചില ആൾക്കാർ ഗാന്ധിജി അല്ല സ്റ്റോറി കേൾക്കുന്നത്. ഇപ്പോൾ ഒരു ഗാന്ധിജിയോ അല്ലെങ്കിൽ ഇപ്പോൾ സുരേഷ് ഗോപി അല്ലെങ്കിൽ മമ്മൂട്ടിയോ മോഹൻലാലോ മാത്രം സ്റ്റോറി കേൾക്കുന്ന ചിന്താഗതിക്കാരായിരിക്കും അവർ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ നമ്മളൊരു കർഷകൻ്റെയും അല്ലെങ്കിൽ ഒരു ദാരിദ്ര്യൻ്റെയും കഥ കേൾക്കാൻ മനസ്സുണ്ടാവണം. നമ്മളെ ദാരിദ്ര്യം ഞാൻ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ്. നമ്മൾ പൊതുവായിട്ടാണ് കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലും പറയുമ്പോഴൊക്കെ പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ പറയും. ആ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ അത് ചില ആൾക്കാർക്ക് അത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവില്ല, പൊതുവായിട്ട് പറയുന്നതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ഇതാണ്, നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ അത് ക്ലാരിഫിക്കേഷൻ ആയിരിക്കും, സത്യസന്ധത ഇതായിരിക്കും. കുറേ നുണ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം നുണ പറഞ്ഞാലും ഇപ്പോൾ എന്താ, ഇപ്പോൾ നമ്മളറിയുന്നവരോ നമ്മളുടെ വീട്ടുകാരോ നാട്ടുകാരോ ഒക്കെ നമുക്ക് എന്താണ് എന്നുള്ളത് നമ്മളെ വീട്ടുകാർക്കും നാട്ടുകാർക്കൊക്കെ നന്നായിട്ട് അറിയാം. പിന്നെ അറിയാത്ത ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ഞങ്ങളെ ഫാമിലിയെക്കുറിച്ചോ ഞങ്ങളുടെ അയൽവാസികളെ കുറിച്ചോ ഒക്കെ പരസ്പരം അറിയാത്ത ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും. അവർക്ക് മാത്രമേ ഈ കൺഫ്യൂഷൻ ഉണ്ടാവുള്ളൂ. ഇവരെന്താ പറയുന്നത്, നുണ പറഞ്ഞാൽ അത് ശരിയാണെന്ന് വിചാരിക്കും, സത്യമെന്ന് വിചാരിക്കും. പക്ഷെ നമ്മളുടെ അറിയാവുന്ന ആൾക്കാർ, അവർക്ക് ആ സത്യം എന്താണെന്ന് അവർക്ക് അറിയാൻ പറ്റും. അപ്പം പിന്നെ സ്റ്റോറിയിലേക്കാണ്ട് പോയാലോ അല്ലേ? അപ്പം ഞാൻ പറഞ്ഞു നിർത്തിയത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചേട്ടാ നമ്മളെ ഒരു കൂട്ടുകുടുംബമാണ്, അതിൽ 8ാമത്തെ ആളാണ് എന്നുള്ളതൊക്കെ പറഞ്ഞ് നമ്മൾ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ
ഞാൻ സ്കൂൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സ്കൂളിലൊക്കെ പഠിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് വലിയ അധികം എനിക്ക് ഓർമ്മ വരുന്നില്ല കേട്ടോ. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികളായിട്ടുള്ള ഒരു തല്ലുപിടിയും പ്രശ്നവും കാര്യങ്ങളൊക്കെ അതൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ സ്കൂളിലൊക്കെ വെച്ചിട്ടുള്ള. ഇപ്പോൾ വലിയൊരു ഇതായിട്ട് ഞാൻ പറയുന്നൊന്നുമില്ല. എന്നാലും നമുക്ക് ചില കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സ്കൂൾ പഠിത്തത്തിന് ശേഷം നമ്മൾ കുറേ പഠിച്ചു. അന്നത്തെ വെച്ചാൽ അന്നത്തെ കാലഘട്ടം എന്ന് വെച്ചാൽ ഒരു കാര്യം കൊണ്ട് പറയാനുണ്ട്. അന്നത്തെ കാലഘട്ടത്തിലൂടെ ജീവിച്ചു വന്നിട്ട് ഉള്ള ആൾക്കാർക്ക് അറിയാം അന്നത്തെ സിറ്റുവേഷൻ എന്താണ്, അന്നത്തെ ജീവിത സാഹചര്യങ്ങൾ എന്താണ്. ഓരോ വീട്ടിലും എൻ്റെ വീട്ടിലെ കാര്യം ഇപ്പം ഞാൻ പറഞ്ഞിട്ട് ഓരോ വീട്ടിലും ഒരുപാട് പ്രശ്നങ്ങൾ, അതായത് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു നമ്മുടെ ഒരു നാടാണ് നമ്മളുടെ നാട്. അപ്പം അത് എല്ലാ വീട്ടിലും ബാധിച്ചിട്ടുണ്ട്. പിന്നെ കുറേ പൈസ ഉള്ള ആൾക്കാരുണ്ട് കേട്ടോ. അന്ന് ഭൂസ്വത്തൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ നല്ല രീതിയിൽ പോയി. അല്ലാത്ത ആൾക്കാരൊക്കെ സാമ്പത്തികമായിട്ടൊക്കെ വളരെ ഞെരുക്കത്തോടുകൂടി ജീവിച്ചും. എന്നിട്ട് പറയാം, എൻ്റെ അമ്മയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് നാട്ടിലൊക്കെ ഒരുപാട് പട്ടിണിയുള്ള ആൾക്കാരും ഒക്കെ ഉണ്ടെന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. പട്ടിണി പാവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ നാട്ടിലൊക്കെ. പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒരു ഇതിലേക്ക് ഞാൻ അനുഭവിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ അനുഭവിച്ചിട്ടില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക്. ഞാൻ അനുഭവിച്ചിട്ടില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ 8 മക്കളെയും വളർത്താനൊക്കെ ആയിട്ട് അന്ന് അച്ഛൻ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അച്ഛനൊക്കെ അമ്മ ജോലിക്കൊന്നും പോവില്ല. വീട്ടില് അതന്നെ മക്കളെ വളർത്തണം. അതന്നെ 8 മക്കളില്ല. അപ്പോൾ വളർത്താനൊക്കെ ആയിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടാവും. ഇന്ന് 1 മക്കൾ 2 മക്കളെ തന്നെ വളർത്താനുള്ള ബുദ്ധിമുട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ മക്കളെ വളർത്താനൊക്കെ നല്ല ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. അതുപോലെ അച്ഛനും നല്ല കഷ്ടപ്പെട്ട് 8 മക്കളെയും അവർക്ക് ഭക്ഷണം കാര്യങ്ങളും വിദ്യാഭ്യാസമൊക്കെ കൊടുക്കണ്ടേ. അപ്പോൾ അതിൻ്റേതായ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ എല്ലാവരും വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടനൊക്കെ കുറച്ച് വലുതായി വന്നപ്പോഴും ചേട്ടന്മാർ ഓരോരുത്തരായിട്ട് അവരെ വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കണം. അവർ ബാംഗ്ലൂർ പോയി. 4 പേരും പോയി. ഒരാൾ ആദ്യം പോയി, പിന്നത്തെ രണ്ടാമത്തെ ആൾ പോയി, പിന്നെ മൂന്നാമത്തെ എല്ലാവരും 4 പേരും ബാംഗ്ലൂർ. അവിടെ ബേക്കറിയും കാര്യങ്ങളും അതൊക്കെ പല ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് നിൽക്കണ്. അങ്ങനെ അവിടെ നിന്ന് പിന്നെ അവിടെ നിന്ന് പിന്നെ നമ്മൾ അപ്പം ഞാൻ ചെറുതാണ്, വളരെ ചെറുതാണ്. ഈ സത്യം പറയാൻ അത്രേ ഉള്ളൂ. എനിക്ക് ഞാൻ എന്താണെന്ന് അറിയട്ടില്ലേ, കഷ്ടപ്പാട് ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. അതിങ്ങനെ ദാരിദ്ര്യത്തെക്കുറിച്ചൊക്കെ പറയുന്നത് കേട്ടതുകൊണ്ട് എൻ്റെ ചേട്ടന്മാരൊക്കെ പറയാറുണ്ട്, അങ്ങനെ ഇങ്ങനെ അങ്ങനെയൊക്കെ പറയാറുണ്ട്. നാട്ടിലൊക്കെ എന്നെ ഒന്നും അറിയട്ടില്ല കേട്ടോ. എന്നാലും നമുക്ക് ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് കഷ്ടപ്പെടുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ചെറുപ്പത്തിലേ നമ്മൾ കണ്ടു വളർന്നതാണല്ലോ. ജോലി ചെയ്യണതും അവർ നമ്മളെ വീട്ടിൽ അവരിടയ്ക്കിട്ട് വരുന്നതും അതൊക്കെ നല്ലൊരു ഇതായിരുന്നു. അവർ വരുമ്പോഴും വരുന്നത്. പക്ഷെ അന്ന് എനിക്ക് ഒരു ചേട്ടൻ വരുന്ന പറയുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. എൻ്റെ പെങ്ങന്മാർക്കും എനിക്കും. മൂന്നാമത്തെ ചേട്ടൻ കൊച്ചപ്പ. ഞങ്ങള് ചേട്ടനോട് ഭയങ്കര ഒച്ചയിലൊക്കെ സംസാരിക്കും. ഇങ്ങോട്ട് വാന്നൊന്നും പറയൂല, ഓടെന്ന് പറയുള്ളൂ. ഭയങ്കര ദേഷ്യത്തിലൊക്കെ പറയും. പക്ഷെ ഇങ്ങനത്തെ ഒരു ലോല മനസ്സും ഉള്ള ഒരാളും കൂടി അന്ന് പിന്നീട് വളർന്നു വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ചേട്ടൻ വരുന്ന നമുക്ക് പേടിയാണ്. ചേട്ടൻ വിളിച്ചിങ്ങനെ അടിച്ചൊക്കെ എന്ന് പറയാനൊക്കെ ഭയങ്കര സ്നേഹമുള്ളതാണ്. എല്ലാവരും നല്ല സ്നേഹമുണ്ട്. അതിൽ ചേട്ടൻ്റെ എടുത്ത് പറയാൻ കാരണം ചെറിയ ആളെ ഞങ്ങൾക്ക് പേടി വരുന്നത് അതാണ്. പേടി മാത്രമല്ല, നമുക്ക് എല്ലാവരും നല്ല ബഹുമാനം കൂടിയാണ്. അത് ഇന്നുണ്ട് എപ്പോഴും ഉണ്ടാവും. അതങ്ങനെയാണ്. നമുക്ക് എത്ര വയസ്സായാലും നമുക്ക് പിന്നെ നമ്മൾ അതാണ്, എത്ര പ്രായമായാലും ആ ബഹുമാനം സ്നേഹം എന്ന് നിലനിൽക്കും. പിന്നെ അങ്ങനെ എന്താ പറയുന്നത്, പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അച്ഛൻ ജോലിക്ക് പോണത് ആദ്യം ഞാനങ്ങനെ ഒരു കുറച്ച് പ്രായമായപ്പോഴത്തേനും അച്ഛൻ ജോലിക്കൊന്നും പോക്കില്ല. അച്ഛൻ പിന്നെ വലുതായാലും അവരൊക്കെ ജോലിക്ക് പോയി തുടങ്ങി. പിന്നെ അച്ഛൻ അങ്ങനെ ജോലിക്ക് പോകുന്നില്ല, വീട്ടിലിരിപ്പാണ്. വീട്ടിലെ കാര്യങ്ങളൊക്കെ അച്ഛൻ തന്നെ ചെയ്യും. വരും ചേട്ടന്മാരൊക്കെ പൈസ ഒക്കെ അയച്ചു കൊടുക്കും. അന്ന്
അതിന് എല്ലാ കാര്യങ്ങളും അച്ഛൻ കൈകാര്യം ചെയ്യും. കൈകാര്യം ചെയ്യും. കൈകാര്യം ചെയ്യുന്ന അച്ഛനാണ്. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ വിദ്യാഭ്യാസം കുറച്ച് ഒരു വിദ്യാഭ്യാസം അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അതും അങ്ങ് നിന്ന് എന്നോട് പിന്നെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് എനിക്ക് തന്നെ തോന്നി. എനിക്ക് എന്തെങ്കിലും ജോലിക്ക് പോകണം എന്നുള്ള ഒരു ജ്വരം തന്നെയാണ്. ജോലി പഠിക്കണം. അങ്ങനെ ചേട്ടൻ എന്നെ 10ാം ക്ലാസ് ആ കഴിഞ്ഞപ്പോഴല്ലേ? ആ ആ 10ാം ക്ലാസ് കഴിഞ്ഞ ശേഷം എന്നെ ചേട്ടൻ വർക്ക്ഷോപ്പിൽ കൊണ്ടാക്കുന്നത്. അങ്ങനെ ഒരു മെക്കാനിക്കായി മാറി. അങ്ങനെ മെക്കാനിക്കായി മാറി നിൽക്കുന്ന സമയത്ത് പിന്നെ മെക്കാനിക്കത് ഇങ്ങനെ എനിക്ക് നമ്മൾ ചെന്ന് അവർ പറയുന്നതൊക്കെ കേട്ട് പഠിച്ച് നിന്ന്. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ ബസ്സിനാണ് പോവുക കേട്ടോ. ബസ്സിന് പോകുമ്പോൾ അച്ഛൻ്റെ എല്ലാ ദിവസവും എനിക്ക് ബസ് കാശൊക്കെ തരും. അന്ന് നമുക്ക് അച്ഛൻ തരും. അച്ഛൻ തരും. അച്ഛൻ എല്ലാ ദിവസവും എനിക്ക് ബസ് കാശ് തരും. അച്ഛൻ്റെ കയ്യിൽ പൈസ വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടന്മാരെ കൊടുക്കണ പൈസ അച്ഛൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ബസ് കാശ് തരും. ചോറ് വീട്ടിൽ നിന്ന് റെഡിയാക്കേണ്ട പാത്രത്തിലാക്കി കൊണ്ടുപോകും. അങ്ങനെ കുറേ നാളങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറേ ഇപ്പം ചോറുണ്ടൊക്കെ നിർത്തി. ഞാൻ വർഷം വെച്ചെങ്കിൽ 2 വീലറിൻ്റെ ആയിരുന്നു കേട്ടോ. കാറല്ല, 2 വീലറാണ്. അപ്പം പിന്നെ കുറച്ചാളൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും 2 വീലർ ഓടിച്ച് പിന്നെ വണ്ടി ഉണ്ടാവും. വർഷോപ്പിൽ പണിക്കുന്ന വണ്ടിയൊക്കെ ഉണ്ട്. വരുവേം പോക്കൊക്കെ പിന്നെ അങ്ങനെ വരുവേം പോക്കൊക്കെ. അങ്ങനെ കൊടുങ്ങല്ലൂരാണ് കേട്ടോ എൻ്റെ വർക്ക്ഷോപ്പിടെ. കൊടുങ്ങല്ലൂർ ചന്തപ്പേരയിലായിരുന്നു. അവിടെ വെച്ച് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർക്ക്ഷോപ്പിൽ ഒരുപാട് സുഹൃത്തുക്കൾ വെച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റില്ല. അത്ര സുഹൃത്തുക്കൾ ഒന്നും ഉണ്ടായില്ല എനിക്ക് കൊടുങ്ങല്ലൂർ വെച്ചിട്ട്. വീട് അങ്ങനെയാണ്. പിന്നെ എനിക്ക് ഒരു യമഹ എന്ന് പറഞ്ഞ വണ്ടി, RX100 യമഹയുടെ ഒരു ട്രെയിനിങ്ങിന് പോകേണ്ടി വന്നു. അങ്ങനെ ഞാൻ അതിൻ്റെ ട്രെയിനിങ്ങിനൊക്കെ പോയി അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇവിടെ വന്നു. തിരിച്ച് നമ്മൾ ഇവിടെ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്തിട്ടിരിക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് ആൻഡമാനിലേക്ക് എനിക്ക് ജോലി കിട്ടി. ആൻഡമാനിൽ ജോലി കിട്ടിയപ്പോൾ ഞാൻ നേരെ ആൻഡമാനിലേക്ക് പോവുക. ആൻഡമാനിലേക്ക് പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മദ്രാസിൽ പോയി മദ്രാസിൽ നിന്ന് ഷിപ്പിലാണ് യാത്ര. മദ്രാസിലേക്ക് പോവുക, മദ്രാസിൽ നിന്ന് ഷിപ്പിൽ. അപ്പോൾ എൻ്റെ കൂടെ വേറൊരു എൻ്റെ ഒപ്പം തന്നെ ഒരു ചെക്കനും കൂടിയുണ്ട്. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടാണ് ആൻഡമാൻ നിക്കോബാറിൽ പോകുന്നത്. ആൻഡമാനിൽ പോയി ആൻഡമാൻ നിക്കോബാർ കേട്ടിട്ടുണ്ടാവും പലരും. ആൻഡമാൻ എന്ന സ്ഥലം. അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയി അവിടുത്തെ വിശേഷങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻഡമാനെ കുറിച്ചൊക്കെ അറിയാം. നമ്മൾ എല്ലാം കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയല്ലേ ആൻഡമാൻ നിക്കോബാർ. അവിടെ ദ്വീപാണ്. അപ്പോൾ ദ്വീപ് എന്ന് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇപ്പോൾ മറ്റേ ലക്ഷദ്വീപ് പോലൊക്കെ നല്ല വിശാലമായി പരന്ന് കിടക്കുന്ന നല്ല ഒരു സ്ഥലം, അങ്ങനെ പരന്ന് കിടക്കുന്ന ഒരു ഭൂപ്രദേശം എന്ന് വിചാരിക്കും. അങ്ങനെയല്ല. അവിടെ കുന്നും മലകളൊക്കെ ഉള്ള ഒരു മല കഴിഞ്ഞ് ഇറക്കം കഴിഞ്ഞ് ഒരു കുറച്ച് കൊണ്ട് വീണ്ടും മല, അങ്ങനെയാണ്. കുന്നും മല അങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. അതൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സ്ഥലമാണ്. അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അതൊന്നും പറയുന്നില്ല. അതിനകത്തൊക്കെ അവിടെ ഒരു 10 മാസം അവിടെ ജോലി ചെയ്തു. അവിടെ 10 മാസം ജോലി ചെയ്തെങ്കിലും ഞാൻ അവിടെ ജോലി ചെയ്യേണ്ടിയിരിക്കുമ്പോഴാണ് ഞാൻ അവിടെ വന്നിട്ട് ഫസ്റ്റ് ഒരു എഴുത്ത് അയച്ചു. നാട്ടിലേക്ക് ഇവിടെ എത്തിയെന്ന് പറഞ്ഞ എഴുത്ത് അയച്ച്. അന്ന് വീട്ടിൽ ഫോണൊന്നും ഉണ്ടായില്ല കേട്ടോ. അന്ന് വീട്ടിൽ ഫോണില്ല. ലാൻഡ് ഫോണാണല്ലോ. മൊബൈലൊന്നും ഇറങ്ങാത്ത കാലമാണ്. ലാൻഡ് ഫോണാണ്. അപ്പോൾ അന്ന് വീട്ടിൽ ലാൻഡ് ഫോണൊന്നുമില്ല. ഞാൻ അന്ന് എഴുത്തെഴുതി നാട്ടിലേക്ക് ഞാൻ ഇവിടെ എത്തി, സുഖമായി എത്തി എന്നൊക്കെ പറഞ്ഞിട്ട് എഴുത്ത് കിട്ടുന്ന കുറേ ദിവസം, ഒരാഴ്ചയൊക്കെ പിടിക്കും അവിടെ നിന്ന് ഒരു എഴുത്ത് നമ്മൾ നാട്ടിൽ കിട്ടുമ്പോഴത്തേനും. പിന്നെ അത് കിട്ടി പിന്നെ തിരിച്ച് റിപ്ലൈ കിട്ടുമ്പോഴത്തേനും പിന്നെ സമയം പിടിക്കുമല്ലോ. ഒരു മാസത്തിൽ 2 ലെറ്ററൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ വന്നിട്ടുള്ള അവർ നാട്ടിൽ നിന്ന് എഴുത്തെഴുതി നാട്ടിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് എഴുത്ത് വന്ന് അവന് വീണ്ടും എഴുത്ത് വന്ന് നാട്ടിൽ നിന്ന്. എനിക്കാണെങ്കിൽ ഒരു എഴുത്തും പോലും നാട്ടിൽ നിന്ന് വരുന്നില്ല. ഒരു ലെറ്റർ പോലും വരുന്നില്ല. ഞാൻ ചെയ്ത് എന്ത് പറ്റി, എൻ്റെ വീട്ടിൽ എന്ത് പറ്റി, ഫോൺ വിളിച്ച് ചോദിക്കാനുള്ള സൗകര്യവും ഇല്ല. ഞാൻ ആകെ ടെൻഷനിലായിരിക്കണം കേട്ടോ. അപ്പോൾ അധികം പ്രായമില്ലല്ലോ, കൊച്ചു പ്രായമല്ലേ. അത്ര ഉണ്ടാവുള്ളൂ. അത്ര 16 17 അത്രയൊക്കെ. കാരണം വെച്ചാൽ ഞാൻ SLC കഴിഞ്ഞിട്ടെന്ന് വെച്ചാൽ
പണ്ടൊരു കാര്യം കൂടി ഉണ്ട്. ഇന്നത്തെ ഒരു ആറാമത്തെ വയസ്സിൽ കൊണ്ട് സ്കൂളിൽ ചേർക്കുന്നതല്ല. 4 വയസ്സിൽ ചേർന്നു എന്നെ അങ്ങനെ തന്നെയാണ്. ആ 4 4 വയസ്സാകുമ്പോൾ അതെല്ലാം പൈസ കൂട്ടി പറയും. വയസ്സ് കൂട്ടിയും പറയും. കൂട്ടി പറയല്ല, അത് ഒരു ദിവസമുണ്ട്. ഇപ്പം എൻ്റെ ഒക്കെ പൈസ കൂടുതലാണ് സെൽസിലൊക്കെ. മിക്ക ആൾക്കാരെ കാര്യം നോക്കിക്കോട്ടെ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കിടക്കുന്നത്. പണ്ടത്തെ ആൾക്കാരൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മളുടെ കിടക്കുന്ന പ്രായമൊക്കെ ഉള്ള ആ പ്രാവശ്യത്തെ ജനിച്ചവർക്കൊക്കെ അങ്ങനെയാണ് കൂടുതൽ അമ്മമാരും. ഡേറ്റ് ഓഫ് ബർത്ത് എപ്പോഴായിരിക്കും എന്നറിയാമോ? ചേച്ചിക്കറിയോ? എൻ്റെ മെയ് മാസമാണ്. മെയ് ജൂൺ സ്കൂളിൽ സ്കൂൾ തുറക്കണ എൻ്റെ മെയ് അല്ലെങ്കിൽ ഏപ്രിൽ അല്ലെങ്കിൽ മെയ്, ഇതായിരിക്കുള്ളൂ മാസം, ജനിച്ച മാസം അതായിരിക്കും. മിക്ക ആൾക്കാരും അങ്ങനെ തന്നെയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ ചേർത്തണ്ട. എന്നാ 4.5 വയസ്സിൽ സ്കൂളിൽ ചേർത്തതാ. വയസ്സായിട്ടുണ്ടാവില്ല. ആ 4.5 4 വയസ്സൊക്കെ ഉണ്ടാവും. അറിയില്ല, അങ്ങനെയാണ് പണ്ട് കാലത്ത് അങ്ങനെ തന്നെ ഉണ്ടാ. എല്ലാവരും വളരെ ചെറുപ്പം 6 വയസ്സൊന്നും കാത്തൊന്നും നോക്കില്ല. 4.5 വയസ്സിലൊക്കെ ഒന്നി പോവും. അതെ, 1-ാം ക്ലാസ്സിലൊക്കെ പോകും. അപ്പം അറിയാലോ ഇത്ര ചെറിയ ഇതായിട്ടുള്ളൂ. ഞാൻ 10ാം ക്ലാസ് ഒക്കെ കുറച്ച് വയസ്സല്ലേ ഉണ്ടാവുള്ളൂ. ഉണ്ടാവണം. അപ്പോൾ അത് ആ പ്രായത്തിൽ ഞാൻ ആൻഡമാൻ നിക്കോബാറിലാണ് ചെറിയ ആ സ്ഥലം. അധികം ആൾക്കാർ നമ്മുടെ നാട്ടിൽ നിന്ന് പോയില്ല. പക്ഷെ ഞങ്ങളുടെ പരിസരമല്ല, ഞങ്ങളൊരു സ്ഥലത്തുള്ള ഒരു പാർട്ടിനൊക്കെ അവിടെ പരിചയപ്പെടാറുണ്ട്. നല്ല ജോലി, എല്ലാവരും നല്ല ജോലിക്കാരും ബിസിനസ്സുകാരൊക്കെ ഉണ്ടാവും. പിന്നെ അങ്ങനെ സംഭവം കത്തിൻ്റെ നിർത്തി കത്താണ് അത് വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്നെ എനിക്ക് വരുന്നൊരു കത്ത്. എനിക്ക് നാട്ടിൽ നിന്ന് വരുന്ന ആദ്യത്തെ കത്ത് എനിക്ക് പൂർണ്ണമായിട്ട് എനിക്ക് വായിക്കാൻ പറ്റിയില്ല. അതൊരു അനുഭവം. കാരണം എൻ്റെ പ്രായം കൂടി നോക്കണം. അനുഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും അങ്ങനത്തെ ഒരു വിധി വരാതിരിക്കട്ടെ എന്നാണ് പറയുന്നത്. വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആദ്യത്തെ കത്ത് കിട്ടുന്നത്